ഇറാനും ഇസ്രയേലും യുദ്ധം ശക്തമായിരുന്ന സമയത്ത് അമേരിക്ക ഇറാനെ ആക്രമിക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയെന്നോണം ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടക്കാൻ പോകുന്നു. അതായത് ഇറാനും ഒമാനും തമ്മിലുള്ള അവരുടെ അറബിക്കടലിലേക്കുള്ളൊരു ഇടനാഴി, പ്രധാനമായിട്ടും എണ്ണ വ്യാപാരം നടക്കുന്ന അല്ലെങ്കിൽ എണ്ണ കൊണ്ടുപോകാൻ കപ്പലുകൾ ഉപയോഗിക്കുന്ന ഒരിടനാഴി, അത് അടയ്ക്കാൻ പോകുന്നു. അത് അടച്ചു കഴിഞ്ഞാൽ ലോകത്തെമ്പാടും എണ്ണയ്ക്ക് വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും, ബാരലിന് വില കൂടും എന്നുള്ളൊരു വാർത്തയുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ വെടിനിർത്തൽ വന്നതിന് ശേഷവും അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? അതായത് അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ഇറാന് ഈ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാൻ സാധിക്കില്ല. കാരണം അത് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു പ്രദേശമാണ് ഈ ഹോർമൂസ് കടലിടുക്ക്. അവിടെ ഏത് രാജ്യത്തിൻ്റെയും കപ്പലിന് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശമുണ്ട്. അതാണ് നിലവിലെ നിയമം. മുൻപ് അവിടെ ഇതേപോലൊരു സമാനമായ സാഹചര്യം വന്നപ്പോൾ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ അകമ്പടി പോയി അവിടെ കപ്പൽ ഗതാഗതം കുവൈറ്റിന് യുദ്ധം നടന്ന സമയത്തല്ലേ, അത്തരത്തിൽ ഒരു ചരിത്രമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇറാന് നേരിട്ട് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തുക നിയമപരമായി സാധിക്കില്ല. ഇപ്പോൾ അവരങ്ങനെ ചെയ്താൽ തന്നെ അതിനെതിരെ വലിയ നടപടികൾ മറ്റ് രാജ്യങ്ങൾ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാൻ പാർലമെൻറ്റ് തന്നെ അവിടെ അത് അടയ്ക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിരുന്നു. പക്ഷേ അത് അടയ്ക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. കാരണം മുൻപ് ഇറാൻ ഇതേപോലെ ടെസ്റ്റ് ഡോസുകൾ നടത്തിയിട്ടുണ്ട്. അവരതിന് ചെയ്തുകൊണ്ടിരുന്നത് ചില കപ്പലുകൾ പോകുമ്പോൾ അവർക്ക് നേരെ നിരീക്ഷണ ഡ്രോണുകൾ അയക്കുക, ചില അവരുടെ തന്നെ ഇറാൻ്റെ തന്നെ ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ യുദ്ധക്കപ്പലുകൾ വളയുക, ചില കപ്പലുകൾ പിടിച്ചിടുക, ഇത്തരം പരിപാടികളൊക്കെയാണ് ഇതിനു മുമ്പ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സമാനമായ രീതിയിലൊരു പ്രത്യക്ഷത്തിലുള്ളൊരു ആക്രമണമല്ല ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ പകരം GPS സംവിധാനങ്ങൾ മുഴുവൻ തകരാറിലാക്കിയിരിക്കുകയാണ് ഇറാൻ. അതായത് ഈ നമ്മുടെ വിമാനങ്ങൾക്ക് റഡാർ എന്ന് പറയുന്നത് പോലെ കപ്പലുകൾക്ക് GPS സംവിധാനവും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം ഈ കപ്പലുകളുടെ യാത്രാ ദിശ എറിയുന്നതിനും അതിൻ്റെ സ്ഥാനം മനസ്സിലാക്കുന്നതിനും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ GPS എന്ന് പറയുന്നത്. അപ്പോൾ ഈ GPS സംവിധാനം തകരാറിലായതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം അവിടെ ഒരു വലിയൊരു അപകടവും നടന്നിരുന്നു. അതായത് കഴിഞ്ഞ 17-ാം തീയതി 2 ഓയിൽ ടാങ്കർ തമ്മിൽ കൂട്ടിയിടിച്ചു, വലിയ തീപിടുത്തമൊക്കെ ഉണ്ടായി. അതൊന്ന് ലൈബീരിയൻ പതാക വഹിക്കുന്ന ഫ്രണ്ട് ഈഗിൾ എന്ന് പറയുന്ന ഒരു എണ്ണവാഹിനി കപ്പൽ ഇറാഖിൽ നിന്നും ചൈനയിലേക്ക് ക്രൂഡ് ഓയിലും കൊണ്ടുപോവുകയായിരുന്നു. മറ്റൊരു കപ്പൽ അഡിലിൻ എന്ന് പറയുന്ന ഒരു കപ്പൽ, അത് കാലിയായിരുന്നു. ഈ കപ്പൽ സൂയിസ് കനാലിലേക്ക് പോകാനുള്ള യാത്രയിലുമായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ കൂട്ടിയിടി നടന്നത് യു എയുടെ തീരപ്രദേശത്ത് 24 നോട്ടിക്കൽ മൈൽ അകലെയുള്ള പ്രദേശം. അതേസമയം ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് ഈ അപകടം നടന്നത്. അപ്പോൾ ഈ അപകടത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് ഇത് പെട്ടെന്നുണ്ടായ ഒരു സംഗതിയല്ല, 2 കപ്പലുകൾക്കും വന്ന ആശയക്കുഴപ്പത്തിൽ നിന്നുണ്ടായ ഒരു പ്രശ്നമാണ്. GPS സംവിധാനം തകരാറിലായതോടുകൂടി ഈ കപ്പലുകളുടെ ദിശ നിർണ്ണയിക്കുന്നതിൽ അവർക്ക് കപ്പലിൻ്റെ ക്യാപ്റ്റന്മാർക്ക് പരാജയം സംഭവിച്ചു. അങ്ങനെ നടന്ന കൂട്ടിയിടിയാണെന്നാണ് പറയുന്നത്. ഏതായാലും അതിൽ UAE രക്ഷാപ്രവർത്തനം നടത്തി ഈ പറയുന്ന അഡിലിൻ എന്ന് പറയുന്ന കപ്പലിൽ നിന്ന് 24 പേരെ സുരക്ഷിതമായി അവർ മാറ്റുകയും ചെയ്തു. മറ്റേ കപ്പലിലെ ജീവനക്കാരും സുരക്ഷിതരാണ്. അപ്പോൾ ഈ ഒരു അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ മൊത്തത്തിൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലാകുന്നത് ഈ ഇറാൻ്റെ ബന്ദർ അബ്ബാസ് എന്ന് പറയുന്ന ഒരു തുറമുഖമുണ്ട്. ആ പ്രദേശത്തുകൂടി സഞ്ചരിക്കുന്ന ഏതാണ്ട് 1000-ഓളം കപ്പലുകൾക്ക് അല്ലെങ്കിൽ യാനങ്ങൾക്കെല്ലാം ഈ GPS സംവിധാനത്തിൻ്റെ പ്രശ്നം ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ കപ്പൽ ഗതാഗതം ഏതാണ്ട് 20% ഇപ്പോൾ കുറഞ്ഞു. പലരും യാത്ര നിർത്തിവെച്ചേക്ക് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതിന് ശേഷം യാത്ര തുടരുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയേക്കുന്നത്. ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതായത് പ്രധാനപ്പെട്ട എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളായ ഇറാൻ, ഇറാഖ്, സൗദി, ഒമാൻ, UAE ഈ ഇത്രയും രാജ്യങ്ങളെ അറബിക്കടലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ഇടനാഴിയാണ് ഈ ഹോർമൂസ് കടലിടുക്ക്. അതിൻ്റെ ഒരു ഭാഗം മുഴുവനായിട്ട് ഭരിക്കുന്നത് അല്ലെങ്കിൽ കൈയാളുന്നത് ഇറാനാണ്. മറ്റ് ഭാഗങ്ങളൊക്കെ ഇറാഖും സൗദിയുമാണ്. എന്നാൽ പ്രധാനപ്പെട്ട ആ കടലിടുക്കിനോട് ചേർന്ന ഭാഗം പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത് ഒരു ഭാഗത്ത് ഇറാനാണെങ്കിൽ മറ്റേ ഭാഗത്ത് UAEയും ഒമാനുമാണ്. അപ്പോൾ ഈ പറയുന്ന UAEക്കും ഒമാനും എല്ലാം തന്നെ ഈ കടലിടുക്ക് പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താ വെച്ചാൽ ഈ എണ്ണ കൊണ്ടുപോകുന്ന, അപ്പോൾ ഇവിടെ ഏർപ്പെടുത്തുന്ന ഒരു നിയന്ത്രണം ഈ രാജ്യങ്ങളെ മാത്രമല്ല ഇറാനെയും ബാധിക്കും. കാര്യം അവരുടെയും എണ്ണ പോകുന്നത് ഈ ഒരു കടലിലേക്ക് കൂടി തന്നെയാണല്ലോ. അപ്പോൾ അവരുടെ തന്നെ വഴി അടയ്ക്കുക അല്ലെങ്കിൽ മറ്റ് കപ്പലുകൾക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായാൽ
ഇവരെ മാത്രമല്ല ഇറാനെയും ഇത് ബാധിക്കും. അപ്പോൾ അധിക നാൾ ഈ നിയന്ത്രണം തുടർന്നു പോകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ മറ്റൊരു സംഗതി കൂടിയുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന കടലിടുക്ക് അടച്ചു അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചതോടുകൂടി ഇവിടെയുള്ള കപ്പൽ ഗതാഗതം ഞാൻ പറഞ്ഞല്ലോ 20% ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. പ്രധാന പ്രശ്നം എന്നാൽ ലോകത്ത് ഒരു ദിവസം ഉപയോഗിക്കുന്ന എണ്ണയുടെ 1/5% വിനിമയം ചെയ്യപ്പെടുന്നത് ഈ കടലിടുക്കിലൂടെയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നൊരു പ്രശ്നം മറ്റ് രാജ്യങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ഇന്ധന പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുമാത്രമല്ല മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന ക്രൂഡ് ഓയിലിൻ്റെ 20% ഈ പറയുന്ന കടലിടുക്കിലൂടെയാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ UAEയും അതേപോലെ തന്നെ സൗദിയുമൊക്കെ ഇതിന് ബദലായിട്ട് പൈപ്പ് ലൈൻ സംവിധാനമൊക്കെ ഏർപ്പെടുത്തിയിട്ട് പോലും ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്കിൽ കൂടി തന്നെയാണ് പ്രധാന ഗതാഗതമൊക്കെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സംവിധാനത്തിൽ ഈ ഹോർമൂസ് കടലിടുക്കിൽ ഏർപ്പെടുത്തുന്ന ഏത് ചെറിയ നിയന്ത്രണമാണെങ്കിൽ പോലും അത് വലിയ ദൂരവ്യാപകമായ പ്രശ്നം ഉണ്ടാക്കും. ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള ചില രാജ്യങ്ങളൊക്കെ പ്ലാൻ B അതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങി. ഹോർമൂസ് കടലിടുക്കിലൂടെ എണ്ണ കിട്ടാത്തൊരു സാഹചര്യം വന്നാൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എണ്ണ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന തരത്തിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അന്വേഷണമൊക്കെ തുടങ്ങി. ഏതായാലും വലിയൊരു പ്രതിസന്ധി ഉണ്ടായി. ഏതാണ്ട് ആഗോള എണ്ണ വിലയിൽ 2.7% വരെ വർധനമാണ് ഈ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ വന്നത്. എന്നാൽ അതിലിപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം ഏതാണ്ട് രമ്യതയിലെത്തിയ ഒരു സാഹചര്യത്തിൽ ചെറിയ തോതിൽ ആ എണ്ണ വിലയിൽ കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഹോർമൂസ് കടലിടുക്കിൽ ഉണ്ടായ പ്രതിസന്ധികൾ പരിഹരിക്കാൻ ഇതുവരെ നടപടിയായിട്ടില്ല. ഇപ്പോഴും ഈ പറയുന്ന പോലെ GPS-ൻ്റെ തകരാർ ഇപ്പോഴും ഈ അവസാന നിമിഷവും അങ്ങനെ തന്നെയാണ്. അത് പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കപ്പൽ ഗതാഗതം ഇപ്പോഴും താറുമാറായി തന്നെ കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇന്ധനത്തിൻ്റെ വരവും പോക്കും അത് ഒരു വലിയ പ്രതിസന്ധിയാണ്. അതങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വലിയൊരു തലവേദന തന്നെയാണ്. ഈ ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സുപ്രധാനമായ ഒരു ഇടനാഴിയാണ്. ഈ ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ അത് ആ കടലിടുക്ക് കൂടുതൽ ഉപയോഗിക്കുന്ന UK, US, ഫ്രഞ്ച് തുടങ്ങിയ അവരുടെ രാഷ്ട്രങ്ങളാണ് കൂടുതലായിട്ടും എണ്ണ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ യുദ്ധം ഇറാഖും ഇസ്രായേലും തമ്മിലാണെങ്കിൽ പോലും അതിൻ്റെ ദൂരവ്യാപക പ്രത്യാഘാതം അനുഭവിക്കുന്നത് മറ്റ് രാഷ്ട്രങ്ങളാണ്. പ്രത്യേകിച്ച് ഇവിടെ നിന്ന് ഈ എണ്ണ കൊണ്ടുപോയിട്ട് സ്വന്തം രാഷ്ട്രങ്ങളിലേക്ക് ഉപയോഗിക്കുന്ന ആ രാഷ്ട്രങ്ങൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മളും പെട്ടു എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. 2 തവണ ഇതേപോലെ മുമ്പ് ഇറാഖുമായിട്ട് യുദ്ധം ഉണ്ടായിരുന്ന സമയത്തും കുവൈറ്റുമായിട്ട് യുദ്ധം ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഇവരിത് അടയ്ക്കും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അന്തിമ ആ ഒരു സ്റ്റേജ് വരെ എത്തിയതാണ്. പക്ഷെ പിന്നീട് അതിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ എന്ത് വന്നു കഴിഞ്ഞാലും ഇറാൻ ഇത് അടയ്ക്കാൻ പറ്റില്ല എന്നുള്ളൊരു വസ്തു നിലനിൽക്കുമ്പോഴും ഒരു ഭീഷണി പേടിപ്പിക്കുക എന്നുള്ള ഒരു നീക്കം ഇറാന്റെ ഭാഗത്ത് നിന്ന് എല്ലായ്പ്പോഴും ഉണ്ടായിട്ടുണ്ട്. വെറും 21 നോട്ടിക്കൽ മൈൽ മാത്രമാണ് ഇതിൻ്റെ വീതി. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കൊച്ചിയിൽ ഒരു കപ്പൽ അപകടത്തിൽ പെട്ടതുപോലും നമ്മുടെ തീരത്തു നിന്ന് ഏതാണ്ട് 70 കിലോമീറ്റർ, ഏതാണ്ട് 38 നോട്ടിക്കൽ മൈൽ അപ്പുറയും കണ്ടെയാണ്. അപ്പോൾ അത്രയും പോലും ഇല്ല ഈ പറയുന്ന കടലിടുക്കിൻ്റെ വീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് അത്രയും ഒരു ഏരിയയിൽ അവരുടെ പരിമിതമായ സാഹചര്യങ്ങൾ വെച്ച് കാര്യമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഈ പറയുന്ന പോലെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായതുകൊണ്ട് ഇപ്പോൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളൊക്കെ അതിൽ താല്പര്യമുള്ളത് കൊണ്ടും നേരിട്ടൊരു ഇടപെടലിന് ഇറാൻ തയ്യാറായില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇതേപോലെ നിഴൽ യുദ്ധങ്ങൾ, ഈ GPS ട്രാക്കിംഗ് സംവിധാനമൊക്കെ നിർത്തലാക്കുക, അല്ലെങ്കിൽ അവരുടെ തന്നെ റവല്യൂഷണറി ഗാർഡിൻ്റെ സേനാവിന്യാസം പലയിടത്തായി കാണിച്ച് ഈ കപ്പലുകൾക്ക് മാർഗ്ഗതടസ്സം ഉണ്ടാക്കുക, അത്തരം പരിപാടികൾ മാത്രമായിട്ടാണ് ഇനിയും തുടരാൻ സാധ്യത. പക്ഷേ അത് എത്ര കാലം ഉണ്ടാകുമെന്നറിയില്ല. കാര്യം യുദ്ധമൊക്കെ അവസാനിച്ച സ്ഥിതിക്ക് ഈ കാര്യവും ഈ നടപടിയൊക്കെ അവർ പിൻവലിക്കാൻ തന്നെയാണ് സാധ്യത. ഏതായാലും അങ്ങനെ ഉണ്ടായാൽ ഈ എണ്ണവില അതേപോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പ്രതിസന്ധി, ഒരു പരിഹാരം ഉണ്ടായേക്കും.